ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് കാൽപന്ത് ലോകത്തോട് വിട പറഞ്ഞവരെ കുറിച്ചാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഫുട്ബോൾ മൈതാനിൽ നിലവിലുണ്ടെങ്കിലും പരിക്കിനാലോ അല്ലെങ്കിൽ വേണ്ടത്ര അവസരം ലഭിക്കാതെയോ കാലം കഴിച്ചു കൂട്ടുന്ന ചില അധഭാഗ്യരെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ കണ്ണി ഒരു ബ്രസീലുകാരനാണ്. 4 തവണ വാരിയലുകൾ പൊട്ടി 29 ദിവസം അത്യാസന്ന നിലയിൽ. തുടയിലെ ഇന്നർ മസിൽ വലിഞ്ഞു മുറുകി കാലനക്കാൻ പറ്റാതെ ആശുപത്രിക്കിടകളിൽ ചിലവഴിച്ചത് 68 ദിവസം. അങ്ങനെ നീണ്ടുകിടക്കുന്നു നെയ്മർ ജൂനിയർ എന്ന ഫുട്ബോളിന്റെ സുൽത്താൻ എന്ന് കായിക ലോകം വിളിക്കുന്ന ഈ നിർഭാഗ്യവാന്റെ കണക്കുകൾ. പരിക്കുകൊണ്ട് മാത്രം തന്റെ പ്രതിഭയെ ലോകത്തോട് വിളിച്ചുതാൻ കഴിയാത്ത അധഭാഗ്യനായി നെയ്മറുമപ്പുറം വേറെ താരമുണ്ടോ എന്നത് സംശയമാണ്. ഒരുപക്ഷെ പരിക്കയാളെ പിടികൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ പലതും കാൽപന്ത് ലോകത്ത് നേടുമായിരുന്നു. നെയ്മറില്ലാതെ ഞങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്ന ടീമിന്റെ അമിത പ്രതീക്ഷകൾ പലപ്പോഴും വെറുമ്പാക്കാകുന്നതും നാം കണ്ടതാണ്. 2014 വേൾഡ് കപ്പും 2024 കോപ്പയുമെല്ലാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. അതേ നെയ്മർ, കാൽപന്ത് ലോകത്ത് നിന്റെ സാമ്പാർ നൃത്തച്ചുവടുകൾ ഞങ്ങളേറെ മിസ് ചെയ്യുന്നുണ്ട്. എതിരാളികളെ വെട്ടിയൊഴിഞ്ഞു മുന്നേറുന്ന നിന്റെ മുന്നേറ്റങ്ങൾ, ആ സുന്ദരമായ ചുവടുകൾ, അതെല്ലാം കണ്ടിട്ട് എത്ര നാളുകളായി. പരിക്കിനോട് സലാം പറഞ്ഞ് താങ്കൾ വേഗം തിരിച്ചു വരണം. ഇനി പറയാൻ പോകുന്നത് നെയ്മറെ പോലെ തന്നെ നല്ല കഴിവുണ്ടായിട്ടും അതൊന്നും ലോകത്തോട് വിളിച്ചോതാൻ സാധിക്കാതെ വീർപ്പുമുട്ടുന്ന മറ്റൊരു അധഭാഗ്യനെ കുറിച്ചാണ്. പൗലോ ഡിബാല എന്ന താരത്തെ മെസ്സിയുടെ പിൻഗാമി എന്ന് പോലും വിളിച്ചൊരു കാലമുണ്ടായിരുന്നു. കളിശൈലിയിൽ മെസ്സിയെപ്പോലെ കൃത്യത പാലിച്ചതിനാൽ ആരാധകരുടെ വാക്കുകളെ ഗണ്ണിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ മെസ്സിയുടെ പിൻഗാമി എന്ന ഓവർ ഹൈപ്പ് അയാൾക്ക് മീതെ വന്നതു മുതൽ അതൊരു സമ്മർദ്ദമായി അയാളുടെ കരിയറിനെ തന്നെ വേട്ടയാടിയിരുന്നു. പലപ്പോഴും പരിക്കുമൂലം പല നിർണായകമായ മത്സരങ്ങളിലും അയാൾക്ക് പുറത്തിരിക്കേണ്ടി വന്നു. എന്നാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നാലോ മെസ്സിയുടെ അതേ പൊസിഷനിൽ കളിക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ പലപ്പോഴും ബെഞ്ചിരിക്കേണ്ട അവസ്ഥ. അങ്ങനെ അർത്ഥപൂർണമാകാതെ ഡിബാലയുടെ കരിയറും മുന്നോട്ട് പോവുകയാണ്. 2019 കോപ്പയിൽ പുറത്തായത് കോവിഡ് മൂലമാണെങ്കിൽ 24 കോപ്പയിൽ അയാൾക്ക് അവസരം ലഭിക്കാതിരുന്നത് അയാൾ കളിക്കുന്ന പൊസിഷൻ വെൽ കവേർഡ് ആയതുകൊണ്ടാണ്. അർജന്റീനൻ ജേഴ്സിയിലെ അയാളുടെ പ്രതീക്ഷകൾ ഏറെക്കുറെ മങ്ങിയെങ്കിലും ക്ലബ്ബ് തലത്തിൽ തന്റെ പ്രതിബദ്ധം തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഡിബാലയെ നിർഭാഗ്യം വീണ്ടും പിടികൂടുകയാണ്. മത്തിയാസ് സോൾ എന്ന താരം AS റോമിലെത്തിയതിനാൽ ഡിബാലയേക്കാൾ ഒരുപക്ഷെ മുന്നേറ്റ നിരയിൽ സ്ഥാനമുള്ളത് മത്തിയാസ് സോളിനായിരിക്കുമെന്ന് ഡിറോസി പറഞ്ഞതു മുതൽ ക്ലബ്ബ് തലത്തിലും അയാൾക്കൊരു രക്ഷയില്ല. ഒടുവിൽ ഇന്നിതാ അപ്രതീക്ഷിതമായ സൗദിയുടെ വിളിക്ക് ഡിബാലയും ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ റോമയിലും അയാൾക്ക് അവസരം കുറയുകയാണെങ്കിൽ പൂർണ്ണമാകാത്തൊരു അധ്യായം പോലെ നിർഭാഗ്യത്തിൻ കളിത്തോഴന്മാരുടെ നിലയിലേക്ക് അയാളും കൂപ്പുകൂത്തുമെന്നത് തീർച്ചയാണ്. هدف آخر يوسعون الفارق يؤمنون الفوز يتحكمون بمجريات المباراة. ഇനി പറയാൻ പോകുന്നത് ഒരു ലാമാസിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. 2012 തന്നെ തന്റെ ചെറുപ്രായത്തിൽ ലാമാസിയുടെ ഭാഗമായി മിന്നും പ്രകടനം കാഴ്ചവെച്ച അൻസു ഫാത്തി എന്ന യുവമാന്ത്രികൻ അത്ഭുതങ്ങൾ തീർത്തപ്പോൾ പലരും ഒരു അത്ഭുതത്തോടെയായിരുന്നു അവനെ കണ്ടിരുന്നത്. അതിനൊന്നും കൂടെ ആക്കം കൂട്ടാൻ 2019-20 സീസണിൽ ബാർസയുടെ മെയിൻ സ്ക്വാഡിൽ എത്തിയത് മുതൽ 17-ാം വയസ്സിൽ UCL ഗോൾ നേടി അവൻ തന്റെ ചെറുപ്രായത്തിൽ അത്ഭുതങ്ങൾ തീർത്തപ്പോൾ ലൈക്ക് മെസ്സി എന്ന് പലരും അവനെ വിലയിരുത്തി. ലിയണൽ മെസ്സി ധരിച്ച ആ 10-ാം നമ്പർ ജേഴ്സി ഫാത്തി ധരിച്ചത് മുതൽ അത്രയും ചെറുപ്രായത്തിൽ തന്നെ അവന്റെ പിറകിലുണ്ടായത് വൻ ഹൈപ്പായിരുന്നു. എന്നാൽ പൊടുന്നനെ വന്ന പരിക്ക് കാരണം നിരവധി മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്ന ഫാത്തിയെ നിലനിർത്താൻ ബാർസക്ക് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ലോണിൽ ബ്രൈറ്റൺ എഫ്സിയിലെത്തിയെങ്കിലും അവിടെയൊന്നും തിളങ്ങാൻ ഫാത്തിക്ക് കഴിഞ്ഞില്ല. ഒടുക്കം തിരിച്ച് ബാർസയിലേക്ക് തന്നെ തിരിച്ചെത്തിയെങ്കിലും അയാളുടെ പൊസിഷനിൽ പുതിയ താരോദയങ്ങൾ വന്നത് മൂലം ഫാത്തിയുടെ നിലനിൽപ്പും ഒരു ചോദ്യചിഹ്നമാണ്.